ഹലോ സിനിഫൈൽസ്, നിങ്ങൾ സൂപ്പർ സ്റ്റാർ തലൈവർ രജനി ഫാൻ ആണെങ്കിൽ ഇവിടെ കമോൺ ചെറിയൊരു പരിപാടിയുണ്ട്. പുള്ളിയുടെ കൂലി സിനിമ റിലീസായാണ്. അതിനു മുമ്പേ പുള്ളിയുടെ വേൾഡ് വൈഡ് ടോപ്പ് FD ക്രിയേറ്റ് ചെയ്ത ആറ് സിനിമകൾ നമുക്കൊന്ന് നോക്കിയാലോ. അതിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് രജനീകാന്ത് ശിവ കോംബോയിൽ വന്ന മാരക പണ്ണൽ അണ്ണാത്തയാണ്. ഏകദേശം 47 കോടിയാണ് വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തത്. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് മറ്റൊരു മാരക പണ്ണൽ AR മുരുകദോസ് രജനി കോംബോയിൽ വന്ന ദർബാറാണ്. ഏകദേശം 50 കോടിയാണ് വേൾഡ് വൈഡ് FD. ഇനി 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് റീസെന്റ് ആയിട്ട് റിലീസായ രജനി പടമാണ് വേട്ടയൻ. ഏകദേശം 67 കോടിയാണ് വേൾഡ് വൈഡ് FD. 3ാം സ്ഥാനത്തേക്കുന്നത് ഇന്ത്യയിൽ ഇതുപോലെ കൊടൂര ഹൈപ്പിൽ വന്ന മറ്റൊരു പടം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കബാലി 90 കോടിയാണ് അന്ന് അടിച്ചത് വേൾഡ് വൈഡ് FD. 2ാം സ്ഥാനത്തേക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മറ്റൊരു തിരിച്ചുവരവെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ജയിലറാണ്. അതും 90.5 കോടിയാണ് വേൾഡ് വൈഡ് FD. 1ാം സ്ഥാനത്ത് ഇത് ഇന്നും ഒരു അത്ഭുതമാണ്. കാര്യം ഒരു മിക്സഡ് അല്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസിൽ വന്ന ഒരു രജനി പടം, ശങ്കർ രജനി കോംബോയിൽ വന്ന സീക്വലാണ് യന്തിരൻ 2. ഏകദേശം 95 കോടി വേൾഡ് വൈഡ് FD. ഇതിൽ ഏത് സ്പോട്ട് കൂലി പിടിക്കും? ഇതിനെല്ലാം അടിച്ച് മേലെ കയറി പോവുക? കമന്റ് ബോക്സിൽ ഇടുക.